ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇന്ന് എന്താണ് ഒരു സ്റ്റിൽ വീഡിയോ എന്നല്ലേ? നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റോറിയും അതേപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. ആക്ച്വലി എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടിയില്ല, ആദ്യം തന്നെ പറയട്ടെ. അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത്തവണ ഒരു കോമണർ കണ്ടസ്റ്റൻറ്റിനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഐ തിങ്ക് ഒരു 1 വീക്ക് ടൈം അതിനുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു, ലൈക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ വീഡിയോ ഇട്ടു. അപ്പം എനിക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് 100 പേരെയാണ് ആ ഒരു വീഡിയോയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 100 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. സോ ഐ എം സൂപ്പർ ഹാപ്പി ബിക്കോസ് കുറേ ആൾക്കാർ വീഡിയോ അയക്കുന്നതിൽ നിന്നും നമ്മളെയൊക്കെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന് എനിക്ക് സെലക്ഷൻ കിട്ടി. ആൻഡ് അവരെന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തോന്നി. എനിക്ക് തോന്നുന്നു എൻ്റെ ഏജ് ഇച്ചിരി കുറവായതുകൊണ്ടായിരിക്കണം ചിലപ്പം എന്നെ എലിമിനേറ്റ് ചെയ്തത്. ബട്ട് ഐ ഹാവ് ഡൺ മൈ 100%. ഞാൻ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അവർ അടിപൊളിയായിട്ട് എന്നാണ് പറഞ്ഞത്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ നാടിൻ്റെ കുറച്ച് ഇഷ്യൂസിനൊക്കെ പറ്റി ഞാൻ അവിടെ റൈസ് ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു, സ്വന്തം നാടിന് വേണ്ടി ബിഗ് ബോസിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, ലൈക്ക് അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നായിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് പുള്ളി പറഞ്ഞു, ഓക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്, സെലക്ട് ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന്. ബട്ട് ഗൈസ്, എന്നെ ആരും കോൺടാക്ട് ചെയ്തില്ല, അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് മൈറ്റ് ബി കുറച്ചും കൂടെ നല്ല വാല്യൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല റീസണിന് ബിഗ് ബോസിൽ വരുന്ന ആൾക്കാരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 100 പേരിൽ നിന്ന് 10-15 പേരെ അവർ സെലക്ട് ചെയ്യും. അവരുടെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കൊച്ചി വെച്ചിട്ടായിരുന്നു. മാരിയട്ടോ അങ്ങനെ ഏതൊക്കെയോ ഹോട്ടലിലൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ. അപ്പം അവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളെയാണ് അവർ കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അറിയില്ല ആരെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്തായാലും എന്നെ അവർ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ബട്ട് അന്ന് എനിക്ക് എയർടെലിൻ്റെ സിം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല. സോ ഐ ജസ്റ്റ് മേക്ക് എ ട്രൈ. അപ്പം ബെസ്റ്റ് 100 പേരിൽ ഒരാളാവാൻ പറ്റി. വീഡിയോയ്ക്ക് സെലക്ഷൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, വെറുതെ ഒരു ഗുമ്മിനെ നമ്മൾ തന്നെ എല്ലാത്തിലും പോയി തലയിടുന്നതുകൊണ്ട് അങ്ങനെ അയച്ചതാണ്. അപ്പം എന്തായാലും ഐ തിങ്ക് ഈ കമ്മിങ് വീക്കോ നെക്സ്റ്റ് വീക്കോ എന്തോ ആണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോമഡി കണ്ടസ്റ്റൻറ്റിനെ കാണാൻ പറ്റും. ഐ തിങ്ക് ബെറ്റർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാളായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഇടത്തേക്കാളും കുറച്ചും കൂടെ നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ വരട്ടെ. കഴിഞ്ഞ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു, പക്ഷേ ഇത്തവണ കുറച്ചും കൂടെ അതിൽ അടിപൊളിയായിട്ടുള്ളവർ വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ ഷോ ഒരു അടിപൊളി ഷോ ആയിരിക്കും ഇത്തവണ. ആൻഡ് ദാറ്റ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ എല്ലാവരും അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഞാൻ നിൽക്കുന്നതൊരു വിശാലമായ നെൽപ്പാടത്തിലാണ്. ഇവിടെ നെല്ലല്ല, ഇവിടെ കുറേ ചപ്പും ചവറൊക്കെ ഉണ്ട്. ആൻഡ് ഇതേ അവിടെ കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു മരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കുകയാണ്. ബേസിക്കലി ഞാനിപ്പോൾ ഒരു ആലപ്പുഴ കോട്ടയം ബോർഡർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ ആലപ്പുഴയിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെ അപ്പുറം കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. അപ്പം ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്ന വെയിലാണ്. സോ കോട്ടയത്തൊക്കെ വരുന്നവർ സൂക്ഷിക്കുക, നമ്മൾ കരിഞ്ഞു പോകും. അപ്പം ആലപ്പുഴയിൽ നല്ല ചൂടാണ്. അപ്പം അത്രേ ഉള്ളൂ. നല്ലൊരു വ്യൂ, കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ട് അപ്പോൾ വീട്ടിലേക്ക് പോകും. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.